അംബേദ്കർ വിഷയത്തിൽ പാർലമെന്റിൽ നടന്ന പ്രതിഷേധ മാർച്ചിനിടെ തന്നെ രാഹുൽ ഗാന്ധി തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചുവെന്ന് ബി.ജെ.പി. എം പി പ്രതാപ് ചന്ദ്ര സാരംഗി ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഞാൻ ഗോവണിക്ക് സമീപം നിൽക്കുകയായിരുന്നുവെന്നും പ്രതിഷേധ മാർച്ചിനിടെ രാഹുൽ ഗാന്ധി ഒരു എം.പിയെ പിടിച്ചുതള്ളി അദ്ദേഹം എന്റെ പുറത്തായിരുന്നു വീണതെന്നും അങ്ങനെ ഞാൻ നിലത്തു വീണുവെന്നുമാണ് ബി.ജെ.പി. എം പി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ രാഹുൽ ഗാന്ധിയും പ്രതികരണമായി രംഗത്തെത്തുകയുണ്ടായി. പാർലമെന്റിന്റെ കവാടത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബി.ജെ.പി. എംപിമാർ തടയാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുകയുണ്ടായി. അതിനിടയിലായിരുന്നു ഇത് സംഭവിച്ചത്. മല്ലികാർജുൻ ഖാർഗെയാണ് വീണിരുന്നത്. ബി.ജെ.പി. എംപിമാരാണ് ഞങ്ങളെ തടയാൻ പ്രധാനമായും ശ്രമിച്ചതെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. സംഭവത്തിൽ പരിക്കേറ്റ പ്രതാപ് ചന്ദ്ര സാരംഗിയെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിന്റെ വീഡിയോ പുറത്തു വരികയുണ്ടായി. ഇടത് കണ്ണിന് സമീപമാണ് എംപിക്ക് പ്രധാനമായും പരിക്കേറ്റത്. മുറിവിൽ നിന്ന് രക്തം വരുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ബി.ആർ. അംബേദ്കറിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രസംഗിച്ചു എന്നാരോപിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നത്. നീല വസ്ത്രമായിരുന്നു പ്രതിപക്ഷ എംപിമാരെല്ലാം തന്നെ ധരിച്ചിരുന്നതും. ബി.ആർ. അംബേദ്കറുടെ ചിത്രവും കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം നടത്തിയത്. ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അപകീർത്തിപ്പെടുത്തിയ അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തിയത്. തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ അമിത് ഷായ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസുമായി കോൺഗ്രസും രംഗത്തെത്തുകയുണ്ടായി. ദേശീയതലത്തിൽ പ്രക്ഷോഭത്തിന് കോൺഗ്രസും പ്രതിപക്ഷവും ആഹ്വാനം ചെയ്തതോടെ അംബേദ്കർ എന്ന പേര് വീണ്ടും സജീവ ചർച്ചയാവുകയാണിപ്പോൾ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലൂടെ ബി.ജെ.പി. ഭരണഘടനയെ തകർക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയ പ്രധാന ആക്ഷേപം. അംബേദ്കറുടെ ചിത്രവും പേരും ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ സഖ്യം വലിയ തോതിൽ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അടിയന്തരാവസ്ഥ ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. തിരിച്ചടിക്കുകയായിരുന്നു. വേണ്ടത്ര മേൽക്കൈ നേടാൻ പ്രതിപക്ഷത്തിന് സാധിക്കാതെ നിൽക്കവെയാണ് അമിത് ഷായുടെ ഈ വിവാദ പരാമർശം അവർ ആയുധമാക്കിയത്. അംബേദ്കർ എന്ന് തുടർച്ചയായി പറയുന്ന നേരം ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുകയാണെങ്കിൽ സ്വർഗം ലഭിച്ചേനെ എന്നായിരുന്നു പ്രതിഷേധത്തിന് വഴിയൊരുക്കിയ അമിത് ഷായുടെ വിവാദ വാക്കുകൾ. ഇതിന്റെ വീഡിയോ പ്രതിപക്ഷ എംപിമാർ ട്വീറ്റ് ചെയ്യുകയുമുണ്ടായി. ഇവ നീക്കുവാനായി എക്സ് എംപിമാരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് പാർലമെന്റിന് മുന്നിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുമ്പിൽ സംഗമിച്ച ശേഷം പാർലമെന്റിലേക്ക് പ്രവേശിക്കാനായിരുന്നു ഇന്ത്യ സഖ്യം തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ പാർലമെന്റിന്റെ പ്രധാന കവാടത്തിന് മുമ്പിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരെ ബി.ജെ.പി. എംപിമാർ വഴി തടയുകയാണ് ചെയ്തത്. ഇരു വിഭാഗങ്ങളും നേർക്കുനേർ മുദ്രാവാക്യം വിളിയുമായി നിന്നത് സംഘർഷത്തിനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇതിനിടെയാണ് രണ്ട് ബി.ജെ.പി. എംപിമാർക്ക് പരിക്കേറ്റതും. രാഹുൽ ഗാന്ധി തള്ളിയിട്ടുവെന്നായിരുന്നു പരിക്കേറ്റ ബി.ജെ.പി. എംപി ഉയർത്തിയ പ്രധാന ആരോപണം. ബി.ജെ.പി. എംപിമാർ തന്നെ തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് രാഹുൽ ഗാന്ധിയും ശക്തമായി ആരോപിച്ചു. കാൽമുട്ടിന് പരിക്കേറ്റെന്ന് ഖാർഗെയും തുറന്നു പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസിൽ പരാതിപ്പെടാൻ ബി.ജെ.പി. ആലോചിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതിനിടെയാണ് അമിത് ഷായ്ക്കെതിരെ തൃണമൂലിന് പിന്നാലെ കോൺഗ്രസും അവകാശ ലംഘനത്തിന് നോട്ടീസ് പ്രധാനമായും നൽകിയത്. ദിവസങ്ങൾക്ക് മുമ്പ് വരെ പ്രതിപക്ഷ ചേരിൽ കണ്ട അനൈക്യം പുതിയ സംഭവത്തോടെ ഇല്ലാതായെന്നും പറയാൻ കഴിയും. തൃണമൂലും ആർ.ജെ.ഡിയും കോൺഗ്രസും സി.പി.എമ്മും എസ്.പിയും ഡി.എം.കെയും എല്ലാം അമിത് ഷായ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നീല വസ്ത്രം ധരിച്ചായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ സഭയിലേക്ക് എത്തിയിരുന്നത്. നാളെ പാർലമെന്റ് സമ്മേളനം അവസാനിപ്പിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പ്രതിഷേധ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിരിക്കുന്നത്.